യൂണിറ്റ് 2 ബിയോണ്ട് 1000 അത് കണ്ടിന്യൂ ചെയ്യാണ്. കമ്പൈനിങ് വിത്ത് 1000. ഇവിടെ കണ്ടോ ടേബിളില് കാണിച്ചിരിക്കുന്നത് എന്താ, 1000ന്റെ കൂടെ 100 ആഡ് ചെയ്ത് കഴിഞ്ഞാല് എത്ര വരികയെന്ന് കാണിച്ചിട്ടുണ്ട് അല്ലെ. 1000ന്റെ കൂടെ 100 വന്നാൽ 1100 എന്ന് വരും. അതായത് 1100 എന്ന് വേർഡിൽ എഴുതൂ അല്ലെ. നമ്മള് 1100 എന്നല്ലേ വായിക്കുക. നെക്സ്റ്റ് നോക്കുക, 1000ന്റെ കൂടെ 10 ആഡ് ചെയ്താല് എത്ര വരിക, 1010 എന്ന് വരും അല്ലെ. 1010 എന്ന് വരും. അത് വേർഡിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. 2000ന്റെ കൂടെ 200 ആഡ് ചെയ്താൽ 2000 പ്ലസ് 200 എത്രയാ വരിക, 2000ഉം 200ഉം എത്രയാ, 2200 ആണ്. അത് നമ്മൾ വേർഡിൽ എങ്ങനെ എഴുതുക, 2200 എന്ന് എഴുതുക. നെക്സ്റ്റ് 3000 പ്ലസ് 40 ആണ്. അപ്പൊ എന്താ, 3000ന്റെ കൂടെ 40 വന്നാൽ 3040 ആണ് അല്ലെ വരിക. അത് നമ്മൾ വേർഡിൽ എങ്ങനെ എഴുതുക, 3040 എന്ന് എഴുതുക. നെക്സ്റ്റ് 3000 പ്ലസ് 5 ആണ്. അപ്പൊ എത്രയാ വരിക, 3000ന്റെ കൂടെ 5 ആഡ് ചെയ്താല് 3005 എന്ന് വരും അല്ലെ. അത് വേർഡിൽ എഴുതുക, 3005. നെക്സ്റ്റ് നോക്കാം, 1000 പ്ലസ് 300 പ്ലസ് 30. അപ്പൊ എത്രയാ, 1000ന്റെ കൂടെ 300 ആഡ് ചെയ്താൽ 1300 വരും. ഇതിന്റെ കൂടെ ഒരു 30 കൂടി വന്നാൽ എത്രയാ വരിക, 1300ന്റെ കൂടെ 30 കൂടി ആഡ് ചെയ്താൽ 1330 അല്ലേ വരിക. അവിടെ വേർഡിൽ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ, 1330 എന്ന് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് 5000 പ്ലസ് 30 പ്ലസ് 3. 1000 എന്ന് എഴുതുക, 30 എന്ന് എഴുതുക, 3 എന്ന് എഴുതുക. ഇത് മൂന്നും കൂടി ടോട്ടൽ ചെയ്തിട്ട് നെക്സ്റ്റ് ബോക്സിൽ എഴുതുക. എത്രയാ വരിക, 5000 പ്ലസ് 30 5030. അതിന്റെ കൂടെ 3യും കൂടി വന്നാൽ 5033 വരും അല്ലെ. അതങ്ങനെ വേർഡിൽ എങ്ങനെ എഴുതാം, 5033. നെക്സ്റ്റ് 8000 പ്ലസ് 300 പ്ലസ് 3. എങ്ങനെയാ ചെയ്യാ, 8000ന്റെ കൂടെ 300 ആഡ് ചെയ്താ 8300. 3യും കൂടി വന്നാൽ 8303. എത്രയാ വേർഡിൽ എങ്ങനെ നമ്മൾ എഴുതാ, 8303 എന്ന് എഴുതാം കേട്ടോ. ലാസ്റ്റ് വണ് 6000 പ്ലസ് 700 പ്ലസ് 40 പ്ലസ് 8. 700 പ്ലസ് 40 പ്ലസ് 8 എളുപ്പല്ലേ, 748 ആണ് അല്ലെ. 6000ന്റെ കൂടെ 748 ആഡ് ചെയ്താല് 6748. അത് വേർഡിൽ എങ്ങനെ എഴുതാം, 6748 എന്ന് വേർഡിൽ എഴുതുക കേട്ടോ. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഫ്രം 1000 ടു 1200? അതായത് 1000 മുതൽ 1200 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. എത്ര നമ്പേഴ്സ് ഉണ്ട്, ലാർജസ്റ്റ് നമ്പർ മൈനസ് സ്മോളസ്റ്റ് നമ്പർ പ്ലസ് 1 ചെയ്താൽ മതി അല്ലെ. അതായത് 1200 മൈനസ് 1000 പ്ലസ് 1 എത്ര വരിക, 201. നെക്സ്റ്റ് നമ്പേഴ്സ് ആൻഡ് വേർഡ്സ്. ഇവിടെ നമ്പേഴ്സിലും വേർഡ്സിലും എഴുതാനാണ് കേട്ടോ. നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് ഇൻ വേർഡ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്ട്, ചിലത് വേർഡ്സിൽ തന്നിട്ടുണ്ട്, അത് നമ്പേഴ്സിൽ എഴുതാനും കേട്ടോ. ഫസ്റ്റ് നമ്പർ നോക്കൂ, 5250 ആണ് അല്ലെ. അത് നമ്മൾ വേർഡ്സിൽ എങ്ങനെ എഴുതാം, 5250 എന്ന് എഴുതാം. നെക്സ്റ്റ് വേർഡ്സിൽ നമുക്ക് തന്നിട്ടുണ്ട് 7707 എന്ന് തന്നിട്ടുണ്ട്. നമ്മള് നമ്പറിൽ എങ്ങനെ എഴുതാം, 7707 എന്ന് വരും അല്ലെ. നെക്സ്റ്റ് 9018 ആണ് അല്ലെ. അപ്പൊ നമ്മള് വേർഡ്സിൽ എങ്ങനെ എഴുതാം, 9018 എന്ന് എഴുതാം. നെക്സ്റ്റ് 9009 എന്ന് വേർഡ്സിൽ തന്നിട്ടുണ്ട്. നമ്പറിൽ എങ്ങനെ എഴുതാം, 9009 എന്ന് എഴുതാം കേട്ടോ. നമ്പർ കാർഡ്സ്, റൈറ്റ് ദ 4 digit numbers that can be made with them. ഇവിടെ കുറച്ച് നമ്പർ കാർഡ്സ് തന്നിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാ, 3, 5, 8, 1 അങ്ങനെ നമ്പർ കാർഡ്സ് ആണ്. ഈ നമ്പർ കാർഡ്സ് ഉപയോഗിച്ചിട്ട് 4 digit നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതണ ഇത് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാം കേട്ടോ. ആദ്യം തന്നെ ഇതിൽ സ്മോളസ്റ്റ് ഡിജിറ്റ് ഏതാ, 1 അല്ലേ. ദെൻ നെക്സ്റ്റ് സ്മോളസ്റ്റ് ഏതാ, 3, ദെൻ 5, ദെൻ 8 അല്ലേ. അപ്പൊ നമുക്ക് ഫസ്റ്റ് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1358, ദെൻ 1385, ദെൻ 1538, ദെൻ 1583, ദെൻ 1835, 1853. 1000 പൊസിഷനിൽ 1 വെച്ച് സ്റ്റാർട്ട് ചെയ്ത നമ്പേഴ്സ് നമ്മൾ ഫസ്റ്റ് എഴുതിയത് കേട്ടോ. എത്ര നമ്പേഴ്സ് ഉണ്ടായിരുന്നു, 6 നമ്പേഴ്സ് അല്ലെ. ഇനി നെക്സ്റ്റ് 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് എഴുതാം. 3158, 3185, 3518, 3581, 3815, 3851. 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് എഴുതാം. 5138, 5183, 5318, 5381, 5813, 5831. അടുത്തത് 8 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് എഴുതാം. 8135, 8153, 8315, 8351,
8513 8531. ഇത്രയും നമ്പേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഉള്ളത്. ഹൗ മെനി നമ്പേഴ്സ് സ്റ്റാർട്ട് വിത്ത് 5 എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 5 തുടങ്ങുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ്. എത്ര നമ്പേഴ്സ് ആയിരുന്നു? 6 നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ 6 എന്ന് എഴുതാം. ഹൗ മെനി നമ്പേഴ്സ് ഹാവ് 8 ഇൻ ദ ടെൻസ് പ്ലേസ്. അപ്പൊ 8 ടെൻസ് പ്ലേസിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. 1 ഉണ്ട്, 2, 3, 4, 5, 6. 6 നമ്പേഴ്സ് ആണ് അല്ലെ. 6 എന്ന് എഴുതാം. Write these numbers in order starting from the smallest in your notebook. ഈ നമ്പേഴ്സ് എല്ലാം എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമത്തിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ നമ്മൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് എഴുതുന്ന സമയത്ത് തന്നെ നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതിയത് അല്ലെ. അപ്പൊ അതന്നെയാണ് കേട്ടോ. റീഡിംഗ് ദ നമ്പർ. സ്പീഡി കാർസ് നമ്പർ പ്ലേറ്റ് ഈസ് കവേർഡ് ഇൻ മഡ്. സ്പീഡി കാറിന്റെ നമ്പർ പ്ലേറ്റ് ചളിയും കൊണ്ട് പുരണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്പർ നൗ സീൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. എത്രയാണ് കാണുന്നത്? 9 ആണ് അല്ലെ. വെൻ ക്ലീൻഡ് എ ബിറ്റ്. കുറച്ച് വൃത്തിയാക്കിയപ്പോൾ നമ്പർ എത്ര കാണുന്നത്? 99 ആയിട്ട് കാണുന്നുണ്ട്. ആഫ്റ്റർ ക്ലീനിങ് സം മോർ. കുറച്ചും കൂടി വൃത്തിയാക്കിയപ്പോൾ എത്രയാണ്? 999 എന്ന് കാണിച്ചിരിക്കുന്നു. വെൻ ഓൾമോസ്റ്റ് ക്ലീൻ. ഭൂരിഭാഗവും വൃത്തിയാക്കിയപ്പോൾ എത്ര കാണിച്ചിരിക്കുന്നത്? നമ്പർ എത്ര കാണുന്നത്? എത്രയപ്പോ? 9999 ആണ് അല്ലെ. ഹൗ പ്രിറ്റി എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. 9 + 1 10 ആണ്. 99 + 1 അറിയാലോ 100. 999 + 1 1000. 9999 + 1 എത്രയാ? 10,000. Mud race. Play mud race with your friends. Use a dice with numbers 100, 200, 300 up to 600. Move the card to the numbers thrown. If you land on a bridge, you can move across to go forward. If you land on a pit, you slide backwards. The first to reach 11,000 wins. അതായത് നമ്മള് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കില്ലേ, അതുപോലെ തന്നെ കേട്ടോ. പക്ഷെ ഡൈസിലെ നമ്പേഴ്സ് എത്രയായിരിക്കും? 100 തൊട്ടിട്ട് 600 വരെയുള്ള നമ്പേഴ്സ് വെച്ചിട്ട് വേണം കളിക്കാനായിട്ട്. നമ്മൾ നമ്പർ ത്രോൺ ചെയ്യുന്നതനുസരിച്ച് കാറ് മൂവ് ചെയ്യുക. നിങ്ങൾ ലാൻഡ് ചെയ്യുന്നത് ഒരു ബ്രിഡ്ജിലാണ്, പാലത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മുന്നിലോട്ട് പോകുക. അതല്ല ഒരു പിറ്റിലാണ് നിങ്ങൾ ലാൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കോട്ട് വരിക. അങ്ങനെ ആരാണോ ഫസ്റ്റ് 11,000 വിൻ ചെയ്യുന്നത് അവർ ജയിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് ഗിഫ്റ്റ്. ടോട്ടോ won the race, got a trophy and a cash prize. The money was given as a check. Write the amount in the check in numbers എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടോട്ടോക്കാര് റേസ് ജയിച്ചു. ടോട്ടോക്കാര് റേസ് ജയിച്ചു. ഒരു ട്രോഫിയും കിട്ടി, ഒരു ക്യാഷ് പ്രൈസും കിട്ടി. ക്യാഷ് പ്രൈസ് മണി എങ്ങനെയാ കിട്ടിയിരിക്കുന്നത്? ചെക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ചെക്കിലെ എമൗണ്ട് നമ്പേഴ്സിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എത്രയാണ് എമൗണ്ട്? 90,999 ഓൺലി എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാ നമ്മൾ നമ്പറിൽ എഴുതുക? 90,999 90,999. Distance traveled. The distance each car traveled is given below. ഓരോ കാറും ട്രാവൽ ചെയ്ത ദൂരാണ് കേട്ടോ ഇവിടെ ചുവടെ കൊടുത്തിരിക്കുന്നത്. നമ്പർ 1 2 3 4 5 6 എന്ന് തന്നിട്ടുണ്ട്. കാറിന്റെ പേരുകൾ തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് കവേർഡ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ടാബുലേറ്റ് ദ കാർസ് അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ് ദേ ഹാവ് ട്രാവൽഡ്, with the car which traveled most at the beginning and the car which traveled the least at the end. അതായത് ഇതിനൊക്കെ ഒന്ന് ടാബുലേറ്റ് ചെയ്യാനാണ്, പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് പട്ടികപ്പെടുത്തേണ്ടത്? കൂടുതൽ ട്രാവൽ ചെയ്ത കാറ് ഫസ്റ്റ് ആയിട്ടും കുറവ് ട്രാവൽ ചെയ്ത കാറിന് ലാസ്റ്റ് ആയിട്ടും ആണ് കേട്ടോ ഇത് പട്ടികപ്പെടുത്തേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ഏത് കാറാണ് കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത് നോക്കൂ. ടോട്ടോ കാറല്ലേ. അപ്പൊ നമ്പർ കൊടുക്കുക 1. ഫസ്റ്റ് 1 ആരാ? ഇത് ടോട്ടോ കാറാണ്. ആ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ എഴുതണം? ഇൻ നമ്പേഴ്സിലും എഴുതണം, ഇൻ വേർഡ്സിലും എഴുതണം കേട്ടോ. 8,564 ആണ്. അത് വേർഡ്സിൽ എഴുതണം. 8,564 എന്ന് എഴുതണം കേട്ടോ. നെക്സ്റ്റ് 1 ഏതാണ്? ഫസ്റ്റ് 1 മിക്കി കാർ ആണ് അല്ലെ. അപ്പൊ നമ്പർ സെക്കൻഡ് എന്ന് കൊടുക്കുക. നെയിം ഓഫ് ദ കാർ മിക്കി എന്ന് എഴുതാം. നമ്പർ എത്രയാണ്? ഡിസ്റ്റൻസ് കവേർഡ് എത്രയാണ്? 8,546 ആണ് അല്ലെ. അപ്പൊ അത് വേർഡ്സിൽ എഴുതണേ 8,546. തേർഡ് 1 പോണി കാറാണ്. 7,982 ഡിസ്റ്റൻസ് വരെയാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത്. നമ്പറിൽ എഴുതുക, തന്നെ വേർഡ്സിൽ എഴുതുക കേട്ടോ. 7,982. ഇനി ഫ്ലോറയാണ്. എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിരിക്കുന്നത്? 6,735 ആണ്. നമ്പറിലും എഴുതുക, അതുപോലെ തന്നെ വേർഡ്സിലും എഴുതുക കേട്ടോ. 6,735. നെക്സ്റ്റ് സ്പീഡി ആണ്. സ്പീഡി കാർ ആണ്. ഡിസ്റ്റൻസ് കവേർഡ് എത്രയാണ്? 6,375 ആണ്. അത് വേർഡ്സിൽ എഴുതാം. 6,375 എന്ന് എഴുതണം. ലാസ്റ്റ് ഫ്രെഡി ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണ്? 5,114.
അപ്പൊ വേർഡ്സിൽ എങ്ങനെയാ എഴുതുക? 5114. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി പോർഷൻസ് നോക്കാം. ഓക്കെ, ബൈ.